ഐ ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ലൈഫ് പ്രോസസ് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിന്റെ തേർഡ് പാർട്ട് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ രണ്ട് പാർട്ടിലും നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ഫോട്ടോസിന്തസിസ് എന്ന ഒരു ഭാഗമായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ഫോട്ടോസിന്തസിസിന് കാർബൺ ഡൈ ഓക്സൈഡ് അവര് അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ എന്താണ് റിലീസ് ചെയ്യുകയും ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാകും, എന്തായിരിക്കും? ഹൗ ഡു ലീവ്സ് എക്സ്ചേഞ്ച് ഗ്യാസസ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്? എങ്ങനെയായിരിക്കും ഈ ഗ്യാസസിനെ നമ്മുടെ ഈ ലീവ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇന്നത്തെ പാർട്ടിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പഠിക്കാനായിട്ടും നമുക്കൊരു ആക്ടിവിറ്റി ചെയ്തു നോക്കണം. ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കില്ല. മിക്ക സ്കൂളുകളിലും അത് ടീച്ചർ കാണിച്ചു തന്നിട്ടുണ്ടാകും. നിങ്ങൾ ജസ്റ്റ് ഇതെന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി. ഒരു +2 ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാനൊക്കെ, സയൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതൊക്കെ ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് എന്താണ് ആ ലീഫിന്റെ ഇത് നോക്കണം. ലീഫിനകത്ത് എന്താണ് ഇവിടെ എക്സ്ചേഞ്ച് നടത്താനുള്ള ഒരു എന്തെങ്കിലും ഒരു സംഭവങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ വേണം അത് കണ്ടെത്താൻ. അപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ ചെയ്യണമെങ്കിൽ ആദ്യം കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് എന്ത് വേണം? നമുക്കൊരു ലീഫ് വേണം അല്ലേ. ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് റിയോ, മണി പ്ലാന്റ്, അനിയൻ, ഹിബിസ്കസ്. ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാന്റിനകത്ത് നിന്ന് ഒരു ലീഫ് കളക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ലീഫ് ഒരു വെള്ളത്തിലിട്ട് വെക്കുക, ഒരു ബീക്കറിൽ വെള്ളത്തിലിട്ട് വെക്കുക. കാരണം നമുക്കത് ഫ്രഷ് ആയിട്ട് കിട്ടാനായിട്ടാണ്. അതിങ്ങനെ ഉണങ്ങിപ്പോകാതെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടാനാണ് നമ്മൾ ആ വെള്ളത്തിലിടുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? പയ്യെ അപ്പോൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കെയർഫുൾ ആയിട്ട് അതിന്റെ താഴത്തെ ലോവർ സർഫസ് ഓഫ് ദ ലീഫ് നമുക്ക് ആ തിൻ ലെയർ എടുക്കാൻ സാധിക്കും. ക്ലിയർ ആയോ? എന്നിട്ട് ആ തിൻ ലെയർ ആണ് നമുക്ക് വേണ്ടത്. ആ തിൻ ലെയർ ഇനി എന്ത് ചെയ്യണം? അതൊരു പീലിന്റെ വാച്ച് ഗ്ലാസ് വിത്ത് വാട്ടർ, അതായത് മറ്റൊരു വെള്ളത്തിനകത്തോട്ട് ഇടുക. വാച്ച് ഗ്ലാസ്സിനകത്ത് വെള്ളത്തിനകത്തോട്ട് ഇടുക. അതെന്തിനാണ്? അവിടെയും ഇതുപോലെ തന്നെ ആ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ലീഫ് എന്ത് ചെയ്യണം? ഡ്രൈ ആയി പോകാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനിയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ മൈക്രോസ്കോപ്പ് സ്ലൈഡ് എടുക്കുക. ഇനി നമുക്ക് എന്ത് വേണം? ഇനി നമ്മുടെ മൈക്രോസ്കോപ്പ് സ്ലൈഡിലേക്ക് ആ ഒരു ലീഫിന്റെ പാർട്ട് വെക്കണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി ആദ്യം തന്നെ മൈക്രോസ്കോപ്പ് സ്ലൈഡിൽ ഒരു ഡ്രോപ്പ് വെള്ളം ഒഴിക്കണം. ആ ഒരു ഡ്രോപ്പ് കെയർഫുൾ ആയിട്ട് ഒഴിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് വേണം നമ്മൾ ഈ പീല് ചെയ്തത് വെക്കാനായിട്ട്. അത് ഒരു ഫോർസെപ്സ് യൂസ് ചെയ്തിട്ട് വേണം വെക്കാൻ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്കിത് നന്നായിട്ട് കാണണം അല്ലെ, വിസിബിൾ ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു കളർ വേണം. അപ്പൊ അതിനു വേണ്ടി അതിന്റെ മുകളിലേക്ക് ഇങ്ക് ഒഴിക്കണം. ഓക്കെ, ഇങ്ക് ഒഴിക്കുക. ഒരു ഡ്രോപ്പർ യൂസ് ചെയ്തിട്ട് ഇങ്ക് ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു കവർ സ്ലിപ്പ് ഉപയോഗിച്ചിട്ട് അതിനെ കവർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക? മൈക്രോസ്കോപ്പിലൂടെ നോക്കേണ്ടത്. ഇത് ആ മൈക്രോസ്കോപ്പിൽ വെക്കേണ്ട ആ ഒരു സ്റ്റെപ്പുകളാണ് കേട്ടോ. ഇനി നമുക്ക് എന്താണ് അതിൽ നിന്ന് വിസിബിൾ ആവേണ്ടത്? അതാണ് നിങ്ങൾക്ക് വേണ്ട കാര്യം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കും. എന്ത് കാണാൻ സാധിക്കും? ഇതാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇമേജ്. നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് ആണത്. ഈ ലീഫിന്റെ കണ്ടോ, ഈ ലീഫിൽ എന്താണ് കാണുന്നത്? ഈ ഒരു കളറ് നമ്മൾ ഒഴിച്ച ആ ഒരു ഇങ്കിന്റെ കളറാണ് കേട്ടോ. അപ്പൊ ഇതിൽ എന്താണ്? നിങ്ങൾ നോക്കിക്കേ, ഇതുപോലെ കുറച്ച് പോർസുകൾ കാണാൻ സാധിക്കും. എന്താണ് ഈ പോർസ്? ഈ പോർസിന് പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ. എന്താണ്? സ്റ്റൊമാറ്റ. അപ്പോ ഈ പോർസ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു ഗ്യാസസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് സ്റ്റൊമാറ്റ? നമ്മുടെ ആ ഒരു ലീഫിന്റെ മുകളിൽ കാണുന്ന പോർസുകളാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റ പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ലീവ്സ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഇനി മറക്കില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കേണ്ട സെന്റൻസ്. സ്റ്റൊമാറ്റ പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ ലീവ്സ് ഹെൽപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് എന്ന പോർഷൻ ആണ്.
നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഓൾ ലിവിങ് ബീങ്സ് നീഡ് വാട്ടർ ടു ഗ്രോ അല്ലേ. അതുപോലെ തന്നെ പ്ലാന്റ്സ് യൂസ് വാട്ടർ ഇൻ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ വാട്ടർ ഇല്ലാതെ പറ്റില്ല. അതുപോലെ വാട്ടർ മാത്രം മതിയോ? അല്ല, മിനറൽസും നമ്മുടെ ആർക്ക് വേണം? നമ്മുടെ പ്ലാന്റ്സിന് വളരാനായിട്ട് ആവശ്യമുണ്ട്. മിനറൽസ് എന്ന് പറയുന്നത് ആർ ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ മിനറൽസും വാട്ടറും ഒക്കെ നമ്മുടെ സോയിലിൽ നിന്നാണ് കിട്ടുന്നതല്ലേ അവർക്ക്. അപ്പോൾ അതെങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത്? അത് നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട്. റൂട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്? മിനറൽസും വാട്ടറും നമ്മുടെ സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്. ആ കാര്യം നമുക്കറിയാം അല്ലേ. പക്ഷേ ഇവരെങ്ങനെയാണ് ബാക്കി അതിന്റെ പാർട്സിലോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വേര് വലിച്ചെടുക്കുന്നു, എന്നാൽ അതിന്റെ ബാക്കി പാർട്സിലോട്ട്, നമ്മുടെ അതിന്റെ ബാക്കി എല്ലാ പാർട്സിലേക്കും ലീഫിലേക്കും ഒക്കെ ഈ വാട്ടറിനെ ഒക്കെ എത്തിക്കുന്നത് ആരാണ്? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അത് പഠിക്കാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് ആക്ടിവിറ്റി ചെയ്ത് നോക്കണം. ആക്ടിവിറ്റി ചെയ്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഈ ആക്ടിവിറ്റി നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പണ്ട് ഞങ്ങളൊക്കെ വെറുതെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ. അതെന്താണ്? വളരെ എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് 2 ഗ്ലാസ് വേണം, അതുപോലെ തന്നെ വെള്ളം വേണം, ഏതെങ്കിലും ഒരു ഇങ്ക്. ഇവിടെ റെഡ് ഇങ്ക് ആണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഇങ്ക് എടുക്കാം. പിന്നെന്താണ് നമുക്ക് വേണ്ടത്? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിൻസ്, സെയിം പ്ലാന്റിന്റെ എടുക്കുക. കൂടുതലും ഒരു വൈറ്റ് കളർ ഫ്ലവേഴ്സിന്റെ ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ബോൾസം ഒക്കെ പോലെയുള്ള ചെടികളുടെ അതിന്റെ ആ ഒരു തണ്ടെന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിരിക്കും. ഞങ്ങളൊക്കെ പണ്ട് എടുത്തുകൊണ്ടിരുന്നത്, ഇവിടെ പറയുന്നത് മഷിത്തണ്ടെന്നൊക്കെ പറയും. അതാ ഈ പിക്ചറിൽ കാണുന്ന ഈ ഒരു ചെടിയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് സ്ലേറ്റ് ഒക്കെ തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. അതിന് വളരെ സോഫ്റ്റ് ആണ്, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ടിൻസ് ആണ് അതിനുള്ളത്. ക്ലിയർ? ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സെയിം ആയിട്ടുള്ള 2 പ്ലാന്റ് നമ്മൾ എടുത്തു. ക്ലിയർ ആവുന്നുണ്ടോ? എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ സാധാരണ വെള്ളവും മറ്റേ ഗ്ലാസ്സിൽ കളറുള്ള വെള്ളവും നമ്മൾ എടുക്കാം. ക്ലിയർ? ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ട്വിൻസിന്റെ അടിഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് എടുത്ത് വെക്കാം. ഓക്കെ. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് അത് ഒബ്സർവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? എയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. വാട്ടറിന് കളറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്നും അറിയാൻ പറ്റില്ല. അതേസമയം നമ്മൾ കളർ അപ്പൊ ഏത് കളറാണോ എടുത്തത്, റെഡ് തന്നെ നമുക്ക് എടുക്കാം. ആ റെഡ് കളർ എന്താകും? ഇതിന്റെ ഈ ഒരു തണ്ടിലും അതുപോലെ തന്നെ ലീഫിലും അതിനകത്ത് ഉണ്ടായിരുന്ന ഫ്ലവറിലും ഒക്കെ എന്താണ്? ആ വൈറ്റ് ഫ്ലവർ എടുത്ത് എന്തിനാന്ന് മനസ്സിലായ? കളർ അതിനകത്തോട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് റെഡ് കളർ കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് ഈ ഒരു റെഡ് കളറിൽ മുകളിലേക്ക് പോയത്? എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സ്ട്രോയിൽ സ്ട്രോ വെച്ച് നമ്മൾ കുടിക്കില്ലേ ജ്യൂസ് ഒക്കെ, അപ്പൊ സ്ട്രോയിലൂടെ മുകളിലേക്ക് വരില്ലേ? അതുപോലെ ഒരു സംഭവം, ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ നമ്മുടെ ആ ഒരു ലീഫിന്റെ സ്റ്റെമ്മിലും ബ്രാഞ്ചസിലും ലീവ്സിലും ഒക്കെ ഉണ്ട്. അതിനൊരു പേരുണ്ട്. ആ പേരാണ് സൈലം. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു പേരായിരിക്കും അല്ലെ. അതെ, സൈലം പ്രസന്റ് ഇൻ ദ സ്റ്റെം, ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് ഓഫ് ദ പ്ലാന്റ്. എന്താണ്? എങ്ങനെയാണ് അതിരിക്കുന്നത്? ഇറ്റ് ഈസ് എ തിൻ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. എന്താണ്? തിൻ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് സൈലം പ്രസന്റ് ഇൻ ദ സ്റ്റെം, ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് ഓഫ് ദ പ്ലാന്റ്. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു വാട്ടറിനെയും മിനറൽസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഈ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന ആ റെഡ് എന്ന കളർ, അതിന് മിനറൽസ് ആണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ എന്താണ്? അത് നമ്മുടെ വാട്ടറിന്റെ കൂടെ തന്നെ ആ മിനറൽസിനെയും അതിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞ ഒരു ഭാഗവും കണ്ടു, സൈലം എന്നൊരു ഭാഗവും കണ്ടു അല്ലെ. സൈലമാണ് വാട്ടർ ആൻഡ് മിനറൽസിനെ അവർ മുകളിലേക്ക് കൊണ്ടുപോകുന്ന അല്ലെ, അതിനെ വലിച്ചെടുക്കുന്ന ആള്. അതേപോലെ സ്റ്റൊമാറ്റ എന്തിനായിരുന്നു? ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടിയുള്ള നമ്മുടെ ലീഫിൽ കാണുന്ന സ്മോൾ പോസ് ആണ്. ക്ലിയർ ആയോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആണ്. നമുക്കറിയാം, വെള്ളം കിട്ടി, മിനറൽസ് കിട്ടി. എവിടെ വെച്ചാണ് ഈ ഒരു ഫുഡ് പ്രിപ്പറേഷൻ നടക്കുന്നത്? നമുക്കറിയാം എവിടെ വെച്ചാണ്? ലീഫിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി ഈ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഫുഡ് എല്ലായിടത്തും കിട്ടണ്ടേ? ആ ഒരു ചെടിയുടെ എല്ലാ ഭാഗത്തും കിട്ടണം, ഈവൻ വേരിൽ പോലും കിട്ടണം, എന്നാലല്ലേ ആ ചെടി വളർന്നു വരത്തുള്ളൂ അല്ലെ. അപ്പൊ അതാരാണ് ചെയ്യുന്നത്? അയാളുടെ പേരും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നമുക്കറിയാം വെള്ളം ആരാണ് കൊണ്ടുപോകുന്നത്? സൈലമാണ്. ഇനി ഫുഡ്, ഉണ്ടാക്കിയ ഫുഡ് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ആരാണ്? അതാണ് ഫ്ലോയം. എന്താണ്? പേര് മറന്നു പോവരുത്. ഫ്ലോയം. ദിസ് ഈസ് ദ
ദിസ് ഫുഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ അനദർ സെറ്റ് ഓഫ് തിൻ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. ഇത് ഒരു തിൻ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതിന്റെ പേരെന്താണ്? ഫ്ലോയം ആണ്. ദ ട്രാൻസ്പോർട്ടഡ് ഫുഡ് മേ ഓൾസോ ബി സ്റ്റോർ, അല്ലെ? നമുക്കറിയാം അത് സ്റ്റോർ ചെയ്ത് വെക്കും. അത് പല പ്ലാന്റ്സും പല രീതിയിലാണ്. ചിലർ സീഡിലായിരിക്കും, ചിലർ റൂട്ടിലായിരിക്കും. അതും ആര് തന്നെയാണ് ചെയ്യുന്നത്? അങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഫുഡ് കൊണ്ടുപോകുന്നതും ആരാണ്? ഫ്ലോയം ആണ്. അപ്പൊ നമ്മൾ 3 ആളുടെ പേര് പഠിച്ചു. ഒന്ന് സ്റ്റൊമാറ്റ, സൈലം, ഫ്ലോയം. ഓക്കെ, അപ്പൊ സൈലമാണ് എന്ത് ചെയ്യുന്നത്? വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഫ്ലോയം ആണ് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആരാണ്? സ്റ്റൊമാറ്റ ആണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതെന്താണ്? ഡു പ്ലാന്റ്സ് റെസ്പയർ? പ്ലാന്റ്സ് റെസ്പയർ ചെയ്യുമോ? നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? എല്ലാ ലിവിങ് ബീയിങ്സും എന്താണ്? റെസ്പയർ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ശ്വസിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്ലാന്റ് എന്താണ്? ഒരു ലിവിങ് ബീയിങ് ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് പ്ലാന്റ്സും എന്താണ്? റെസ്പിറേഷൻ നടത്തും. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്. ഇനി ആക്ടിവിറ്റി ഇല്ല. ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്കത് എങ്ങനെയാണ് പ്ലാന്റ്സ് റെസ്പയർ ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ ഈ ഒരു സെറ്റപ്പാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ ഈ സെറ്റപ്പിലോട്ട് എല്ലാവരും ഒന്ന് നോക്കിക്കോളൂ. നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു കോണിക്കൽ ഫ്ലാസ്ക് വേണം. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മൂങ് ബീൻസ് ആണ്. അതായത് നമ്മുടെ ചെറുപയറില്ലേ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? ഇതുപോലെ 2 ടെസ്റ്റ് ട്യൂബ് വേണം. അതുപോലെ ലൈം വാട്ടർ വേണം. ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? കാൽസ്യം ഹൈഡ്രോക്സൈഡിന്റെ വാട്ടർ ആണ് ലൈം വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ മൂങ് ബീൻസിനെ നമുക്ക് വാട്ടർ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ആ സോക്ക് ചെയ്ത ആ ഒരു മൂങ് ബീൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോണിക്കൽ ഫ്ലാസ്കിൽ കുറച്ച് നനഞ്ഞ കോട്ടൺ, മോയിസ്റ്റൻ കോട്ടൺ, അത് എന്തിനാണ് വെച്ചാൽ നമ്മുടെ ആ ഒരു വാട്ടർ കീപ്പ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെറ്റായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഈ ജെർമിനേറ്റ് ചെയ്ത ഈ സീഡ് വെക്കുക. ഒരു ദിവസം ഓവർനൈറ്റ് വെക്കുമ്പോൾ ചെറുതായിട്ട് ജെർമിനേറ്റ് ചെയ്യുമല്ലോ. ഓക്കെ, അങ്ങനെ വെക്കുക. ഇതാണ് സെറ്റപ്പ്. ഓക്കെ, എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക? ഒരു കോർക്കും ഉപയോഗിച്ചിട്ട് ഇതിനെ അങ്ങനെ അടച്ചു വെക്കുക. ഈ കോർക്കിനകത്ത് 2 ഹോൾ ഉണ്ട് കേട്ടോ. ആ 2 ഹോളിലും 2 ട്യൂബ് വെക്കുക. ട്യൂബ് എ, ട്യൂബ് ബി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി എന്താണ്? അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളൊരു 2 ടെസ്റ്റ് ട്യൂബും വെച്ച് ഇങ്ങനെ സെറ്റപ്പ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു 24 hours ഡാർക്കിൽ വെക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ടേക്ക് ദ 2 ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഫിൽ ദം വിത്ത് ലൈം വാട്ടർ. ഈ 2 ടെസ്റ്റ് ട്യൂബിലും നമ്മൾ ലൈം വാട്ടർ നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ ലൈം വാട്ടർ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പറയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ട്യൂബും ഒരു ടെസ്റ്റ് ട്യൂബും തമ്മിലിങ്ങനെ ഇതുപോലെയുള്ള ഒരു റബ്ബർ റബ്ബർ പൈപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് എന്തെങ്കിലും ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യുന്നത്. മറ്റേത് അതുപോലെ തന്നെ വെക്കാം. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ സെറ്റപ്പ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്താണ് നമുക്ക് അറിയേണ്ടത്? ഇവിടെ റെസ്പിറേഷൻ നടന്നിട്ടുണ്ടോ എന്ന് അറിയണം അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അറിയാം, റെസ്പിറേഷൻ ചെയ്യാൻ നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു ഗ്യാസ് ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പൊ ഇതിനകത്ത് ഓക്സിജൻ ഉണ്ട്. ഈ സീഡ് എന്ത് ചെയ്യുന്നു? ഓക്സിജനെ അബ്സോർബ് ചെയ്യുന്നു ശ്വസിക്കുമ്പോൾ. അതായത് റെസ്പിറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അബ്സോർബ് ചെയ്യുമല്ലോ, ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്നു. അപ്പോ എന്തോ ഒരു വാതകം, ഒരു ഗ്യാസ് ഇവിടുത്തെ നമ്മുടെ ലൈം വാട്ടറിനെ മിൽക്കി ആക്കി മാറ്റുന്നു. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ലൈം വാട്ടർ മിൽക്കി ആക്കണമെങ്കിൽ അവിടെ എന്ത് വരണം? കാർബൺ ഡൈ ഓക്സൈഡ് വരണം അല്ലെ? അപ്പൊ ലൈം വാട്ടർ മിൽക്കി ആവണമെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വരണം. അപ്പൊ ഇവിടെ ഒരു ടെസ്റ്റ് ട്യൂബ്, അതായത് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ടെസ്റ്റ് ട്യൂബിൽ എന്ത് സംഭവിച്ചു? ആ ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറി. എന്താണ് ഇവിടെ നടന്നത്? ഇവിടെ നടന്നത് റെസ്പിറേഷൻ ആണ്. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്കറിയാം, ഈ സീഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ട് അല്ലെ? അതിനകത്ത് സ്റ്റോർ ചെയ്ത ഫുഡ് അല്ലേ? അതെന്താണ്? ഗ്ലൂക്കോസ് ഉണ്ട് അല്ലെ? ആ ഗ്ലൂക്കോസ് ശ്വസിക്കാനായിട്ട് എന്തെടുക്കുന്നു? നമ്മൾ ഓക്സിജൻ എടുക്കുന്നു. അപ്പൊ ആ ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് അതിങ്ങനെ എന്തായി? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും കിട്ടുന്നു. ക്ലിയർ ആയോ? ഡ്യൂറിങ് റെസ്പിറേഷൻ ഗ്ലൂക്കോസ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, അതായത് ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്ന അല്ലേ, അവര് എന്താണ്? ശ്വസിക്കുന്നു. റിലീസിങ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി. ദ വേർഡ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ എന്നിട്ട് നിങ്ങൾ സെന്റൻസ് വൈസ് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഗ്ലൂക്കോസ് എന്താണ്? ഇതിനകത്തുള്ള ഗ്ലൂക്കോസ് ഓക്സിജനുമായിട്ട് ചേർന്ന്
എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും വരുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടുത്തെ ഈ ഒരു ലൈം വാട്ടറിനെ എന്താക്കി മാറ്റിയത്? മിൽക്കി ആക്കി മാറ്റിയത്. ക്ലിയർ ആവുന്നുണ്ടോ? ദ എനർജി പ്രൊഡ്യൂസ് ഡ്യൂറിങ് ദ റെസ്പിറേഷൻ. ഇനി ഈ എനർജി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇപ്പൊ എങ്ങനെയാണ് അവർ വളരുന്നത് എന്ന് മനസ്സിലായല്ലോ നമുക്ക്. നമ്മൾ ആദ്യം തന്നെ ചോദിച്ചാൽ ഇവരെങ്ങനെയാണ് വളരുന്നത് എന്ന് നമുക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് പിടികിട്ടിയല്ലോ. ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ റെസ്പിറേഷൻ ഈസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓൾ പാർട്സ് ഓഫ് ദ പ്ലാന്റ്, ഗ്രീൻ ഓർ നോൺ ഗ്രീൻ എന്തായിട്ടെ, അവരെന്താണ്? ക്യാരി ഔട്ട് റെസ്പിറേഷൻ. എല്ലാവരും റെസ്പിറേഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. ക്ലിയർ ആയോ? ദസ് plants have different mechanism for synthesizing, transporting and utilizing food to get energy. ഓക്കെ അല്ലേ? ഇപ്പൊ ഈ ചാപ്റ്റർ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? പ്ലാന്റ്സിൽ എന്തൊക്കെ മെക്കാനിസം ആണ്? സിന്തസൈസ് നടക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ടിങ് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ അവർ യൂട്ടിലൈസിങ് ഫുഡ് ടു ഗെറ്റ് എനർജി അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവരൊക്കെ എങ്ങനെ അറിയാം? ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നട്ട്ഷെൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, all living organisms require food that provide energy for their growth and development. Clear ആണല്ലോ? Plants use കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് എന്തിന്റെ പ്രസൻസിലൊക്കെയാണ് നമ്മൾ പഠിച്ചു? സൺലൈറ്റ്, ക്ലോറോഫിൽ. എന്നിട്ട് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കോസും ഓക്സിജനും. ഇതിനെ നമ്മൾ എന്താണ് വിളിച്ചത്? ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ലീവ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഫുഡ് ഫാക്ടറീസ് ഓഫ് പ്ലാന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മുടെ ആ ഒരു ലീവ്സിൽ കാണുന്ന ടൈനി പോർസിന് പറയുന്ന പേരെന്താണ്? സ്റ്റൊമാറ്റ എന്നാണ്. അതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ. ക്ലിയർ ആയല്ലോ? ഇനി വേറൊരാളെ പഠിച്ചല്ലോ, അതാരാണ്? സൈലമാണ്. സൈലം എന്താണ്? ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ റൂട്ട്സ്, വൈൽ ദ ഫ്ലോയം എന്തിനാണ്? ക്യാരീസ് ദ ഫുഡ് ഫ്രം ലീവ്സ് ടു ഓൾ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ്. അപ്പൊ സൈലം, ഫ്ലോയം, പിന്നെന്താണ്? സ്റ്റൊമാറ്റ. ഇനി പ്ലാന്റ്സ് ബ്രേക്ക് ഡൗൺ ഗ്ലൂക്കോസ് ആൻഡ് റിലീസ് എനർജി ബൈ ദ പ്രോസസ് ഈസ് കോൾഡ് റെസ്പിറേഷൻ. അപ്പൊ റെസ്പിറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇത് എഴുതാവല്ലോ. ഓക്കെ, ദേ യൂസ് ഓക്സിജൻ ആൻഡ് റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദിസ് പ്രോസസ്. അപ്പൊ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എവിടെ നിന്ന് ചോദിച്ചാലും ആൻസർ എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ താങ്ക് യു.